ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം അഥവാ രാത്രി 8 മണിക്കാണ് ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ചതായി അഥവാ മൂല്യരഹിതമായി പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് 6 മാസത്തെ ആസൂത്രണ വൈഭവം അതിനുണ്ടായിരുന്നു അത്രേ. 6 മാസത്തെ കൃത്യമായ ആസൂത്രണത്തിന് ശേഷമാണ് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്നാണ് വാർത്തകൾ പറയുന്നത്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സവിശേഷത അതിൻ്റെ 70% സാമ്പത്തിക ഇടപാടുകളുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ 70% എന്ന് പറയുന്നത് മൊത്തമുള്ള കറൻസിയുടെ 70% 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളാണ്. ഈ നോട്ടുകൾ മൂല്യരഹിതമാക്കിയാൽ, റദ്ദ് ചെയ്താൽ 70% ഇക്കണോമിക് ആക്ടിവിറ്റി തടയപ്പെടും, സാമ്പത്തിക പ്രവർത്തനം തടയപ്പെടും എന്നതാണ് പ്രധാനം. ആ അർത്ഥത്തിൽ 70% നോട്ടുകൾ ഒരു സുപ്രഭാതത്തിൽ മൂല്യരഹിതമായി തീരുമ്പോൾ ഉണ്ടാകുന്ന പാനിക്, ഉണ്ടാകുന്ന വെപ്രാളം ആളുകളുടെ ഇടയിൽ, അതാണ് ഇപ്പോൾ പ്രകാശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബാങ്കിലായാലും മറ്റ് സാമ്പത്തിക രംഗങ്ങളിലായാലും. ഏതായാലും അത്തരമൊരവസ്ഥ യാദൃച്ഛികമായി സൃഷ്ടിക്കപ്പെട്ടതല്ല. വളരെ ചുരുക്കം ആളുകൾ അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ 6 മാസത്തെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ, സ്വകാര്യമായ രഹസ്യമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത് എന്നാണ് വാർത്തകൾ പറയുന്നത്. ആ വാർത്ത ഇന്ന് സിറാജ് എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് തരുന്നു. കാണുക, നോട്ട് പിൻവലിക്കൽ ആസൂത്രണം 6 മാസം പഴുതടച്ച്. എല്ലാ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശത്രു നീക്കം നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കി. മന്ത്രിസഭ ചേർന്നത് ഇന്ത്യ ജപ്പാൻ കരാർ അജണ്ടയിൽ. മുതിർന്ന മന്ത്രിമാർ പോലും അറിഞ്ഞത് മന്ത്രിസഭാ യോഗത്തിൽ. പ്രത്യേകമായ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയിൽ നിന്ന് 8 മണിക്കുണ്ടാകും എന്ന് അന്നേ ദിവസം ദൂരദർശൻ പറഞ്ഞപ്പോൾ, അതേ സംബന്ധിച്ച വാർത്തകൾ പ്രചരിച്ചപ്പോൾ സ്വാഭാവികഗതിയിൽ ആളുകൾ വിചാരിച്ചത് പാകിസ്ഥാനുമായി തുറന്ന യുദ്ധപ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. ശത്രു നീക്കം നേരിടാൻ സൈന്യത്തെ സജ്ജമാക്കി നിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്നാൽ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് പൊടുന്നനെ പ്രധാനമന്ത്രി രംഗത്ത് വന്ന് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് നാളെ മുതൽ, അല്ലെങ്കിൽ രാത്രി പാതിരാത്രി മുതൽ വെറും കടലാസ് കഷ്ണം മാത്രമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് പൊടുന്നനെയല്ല, 6 മാസത്തെ സ്ഥിരോത്സാഹത്തോടെയുള്ള ഒരു പരിശ്രമത്തിൻ്റെ അന്ത്യമായിരുന്നു എന്നാണ് സിറാജ് പറയുന്നത്. വാർത്ത കാണുക. അപ്രതീക്ഷിത നീക്കത്തിലൂടെ രാജ്യമുള്ള 1000, 500 നോട്ടുകൾ പിൻവലിച്ച് ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ച പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നിൽ ആസൂത്രണം ഉൾപ്പെടെ 6 മാസത്തെ പഴുതടച്ച നടപടികൾ. മന്ത്രിസഭാ യോഗത്തിനെത്തിയ മുഴുവൻ മന്ത്രിമാരെയും മുറിയിലടച്ച ശേഷമാണ് 6 മാസം മുമ്പ് ആസൂത്രണം ചെയ്ത പദ്ധതിക്കൊടുവിൽ ഇക്കാര്യം രാജ്യത്തോട് പ്രഖ്യാപിച്ചത്. അന്ന് ചൊവ്വാഴ്ച മന്ത്രിസഭാ യോഗമുണ്ടായിരിക്കും എന്ന് പറയുന്നു. മന്ത്രിസഭ ചേർന്നത് ഇന്ത്യ ജപ്പാൻ കരാറിൻ്റെ അജണ്ടയാണ് വെച്ചത്. അന്ന് മന്ത്രിസഭാ യോഗത്തിന് വന്ന മുഴുവൻ മന്ത്രിമാരെയും ഒരു മുറിയിൽ അടച്ചിടുകയും 9 മണിവരെ അവരവിടെ സമയം ചിലവഴിക്കുകയും ചെയ്തപ്പോഴാണ്, ആ സമയത്താണ് രാജ്യത്തോടായി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. ഇതറിഞ്ഞത് ആകെ 5 പേർ. പ്രധാനമന്ത്രിയെ കഴിഞ്ഞാൽ രാഷ്ട്രപതി, ധനമന്ത്രി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 3 ഉന്നത ഉദ്യോഗസ്ഥർ. ആ അർത്ഥത്തിൽ അതീവ രഹസ്യമായി 6 മാസം ദീർഘമായി നിലനിന്നിരുന്ന ഒരു ഗ്രഹപാഠത്തിന് ശേഷമാണ് കള്ളപ്പണം തടയുന്നതിൻ്റെ പേരിൽ ഈ രൂപ നോട്ടുകൾ, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചത് എന്നാണ് ഇതേ സംബന്ധിച്ച വാർത്ത നമ്മോട് പറയുന്നത്.
നേരത്തെ സൂചിപ്പിച്ചതുമാതിരി 70% സാമ്പത്തിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് 500, 1000 നോട്ടുകളായിരുന്നു. പൊടുന്നനെ അതില്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നോട്ടിന് വേണ്ടി നെട്ടോട്ടമുണ്ടാകും. നോട്ടോട്ടം എന്നാണ് മനോരമ അതിനെ വിളിച്ചത്. പൊടുന്നനെ രൂപയില്ല, ആളുകളുടെ കയ്യിലിരിക്കുന്ന രൂപ ചിലവഴിക്കാൻ കഴിയില്ല. സാധാരണ തൊഴിലാളികളുടെ കയ്യിൽ പോലും 500, 1000 എന്ന നിലയ്ക്ക് വളരെ ജനകീയമായി ആ നോട്ടുകൾ മാറിയിരുന്നു. ആ സാഹചര്യത്തിൽ 500, 1000 നോട്ടുകൾ കയ്യിലുണ്ട്. പക്ഷേ ചായ കുടിക്കാൻ ചില്ലറയില്ല, പൈസയില്ല. അത്തരം ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും എല്ലാ രംഗങ്ങളിലും സാമ്പത്തിക പ്രവർത്തനം പൊടുന്നനെ നിലച്ചു പോവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അടുത്ത ദിവസമാകട്ടെ ബാങ്കിന് അവധി പ്രഖ്യാപിച്ചു. 2 ദിവസം അടുപ്പിച്ച്, അതായത് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധൻ, വ്യാഴം 2 ദിവസം ATM അടച്ചിട്ടു. ഇന്ന് ATM തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1 ദിവസം ബാങ്കിന് അവധി, 2 ദിവസം ATM അടച്ചിടുന്നു. ഈ സാഹചര്യത്തിൽ നോട്ടിന് വേണ്ടി നെട്ടോട്ടമോടുക സ്വാഭാവികം. ഇന്നലെ ബാങ്ക് തുറന്നപ്പോൾ 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം മനോഹരമായാണോ അത് നിർവഹിച്ചത് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാനാകില്ല. കാരണം ബാങ്ക് ഇന്നലെ തുറക്കും എന്നറിഞ്ഞിട്ട് ഒരു 7:30-8 മണി മുതൽ ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുകയായിരുന്നു ആളുകൾ, തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു ആളുകൾ. കാരണം 2000 രൂപയെങ്കിൽ 2000 രൂപ അത് വാങ്ങി നിത്യനിദാന ചിലവുകൾക്ക് എടുക്കാമല്ലോ എന്ന പ്രതീക്ഷയോടെ നോട്ടിന് നീണ്ട ക്യൂ എന്ന ശീർഷകത്തിൽ ദീപിക ആളുകളുടെ പരക്കം പാച്ചിലിൻ്റെ അവസ്ഥ വാർത്തയായും വാർത്താ ചിത്രമായും തരുന്നു, ലീഡ് വാർത്തയായി തരുന്നു. കാണുക. നോട്ടിന് നീണ്ട ക്യൂ, ATMകൾ ഇന്നു മുതൽ. റദ്ദാക്കപ്പെട്ട കറൻസി മാറ്റിവാങ്ങാൻ രാജ്യമെങ്ങും ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഇന്നലെ നീണ്ട ക്യൂ ആയിരുന്നു. രാത്രിയിലേക്ക് നീണ്ട ക്യൂവുകൾ പലയിടത്തും ബാങ്കുകളിലെ ജീവനക്കാരെ വലച്ചു. റദ്ദാക്കപ്പെട്ടവ മാറ്റാനും അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനും രാവിലെ തന്നെ ജനങ്ങൾ കാത്തുനിന്നു. അത് സചിത്രമായി ആ വാർത്ത ദീപിക ലീഡ് വാർത്തയിലൂടെ എത്തിക്കുന്നു. വിവാഹ വീടുകൾ സ്വാഭാവിക ഗതിയിൽ അത്യാഹ്ലാദത്തിൽപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ എവിടെയും അങ്ങനെ തന്നെയായിരിക്കും. വിവാഹ വീടുകൾ കണ്ടാൽ തിരിച്ചറിയാം, മരണ വീട് മാതിരി ശോകമൂകമായിരിക്കുന്നു വിവാഹ വീടുകൾ. ആ വാർത്ത ദീപിക 1-ാം പുറത്ത് തരുന്നത് കാണുക. കറൻസി പിൻവലിക്കലിൻ്റെ ആഘാതത്തിൽ വിവാഹ വീടുകൾ ശോകമൂകം. സംസ്ഥാനത്തെങ്ങും വിവാഹ വീടുകളിൽ ആശങ്ക തിങ്ങി വിങ്ങി നിൽക്കുകയാണ്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും 50% താഴെ ആളുകൾക്ക് മാത്രമേ ബാങ്കിങ് എന്ന സൗകര്യമുള്ളൂ. അതുമാത്രമല്ല, എത്രയോ ചെറിയ വിഭാഗം ആളുകളാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ, അതായത് രൂപയില്ലാത്ത രൂപാ പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴിയും മറ്റ് സംവിധാനങ്ങൾ വഴിയും ക്രെഡിറ്റ് കാർഡുകൾ വഴിയും ഒക്കെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു 20% ആളുകൾ വരും മലയാളികളുടെ ഇടയിൽ. ബാക്കി 80% ആളുകളും ഹാർഡ് കറൻസി ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ വീടുകളിൽ, വിവാഹ വീടുകളിൽ ശോകമൂകമായൊരു അന്തരീക്ഷമുണ്ടായി. കാരണം പണം അവർക്ക് ലഭിക്കുന്നില്ല. ബാങ്കിൻ്റെ സവിശേഷത അങ്ങോട്ട് പണമിടാം, ഇങ്ങോട്ട് തരില്ല. അത് 18-ാം തീയതി വരെ അങ്ങനെ തുടരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ 18-ാം തീയതി വരെ ഇങ്ങോട്ട് പണം എടുക്കാൻ കഴിയാത്ത വണ്ണം കേവലം 2000 രൂപയോ 4000 രൂപയോ മാത്രം അത് ATMൽ നിന്നോ ബാങ്കിൽ നിന്നോ വിഡ്രോ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. സത്യത്തിൽ സാമ്പത്തിക ഘടനയിൽ അടിസ്ഥാന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന 2 സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. 1969 ബാങ്കുകൾ ഒറ്റയടിക്ക് നാഷണലൈസ് ചെയ്തു. 14 പരം ദേശീയ ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. അങ്ങനെ ബാങ്കുകൾ നാഷണലൈസ് ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ ആഭിമുഖ്യത്തിലാണ്. അങ്ങനെ നാഷണലൈസ് ചെയ്ത അവസ്ഥയിൽ ഒരു ദിവസം കഴിഞ്ഞ് വാർത്ത വന്നു, വൈകുന്നേരം വാർത്ത വന്നു, ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്യുന്നു. പിറ്റേ ദിവസം ബാങ്കിൽ ചെല്ലുമ്പോൾ യാതൊരു വ്യത്യാസവുമില്ലാതെ അവിടെ കൃത്യമായും കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ആ നിലയ്ക്ക് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് 1969-ലാണ്.
1978 അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് പിറകെ വന്ന സർക്കാർ 1000-ൻ്റെയും 5000-ൻ്റെയും നോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് റദ്ദാക്കി കളഞ്ഞു. അങ്ങനെ റദ്ദാക്കിയപ്പോഴും ഈ നിലയ്ക്ക് ആളുകൾ നോട്ടിന് വേണ്ടി ചായ കുടിക്കാനുള്ള ചില്ലറ കാശിന് വേണ്ടി പരക്കം പായേണ്ട അവസ്ഥ ഇന്ത്യയിൽ എവിടെയും ഉണ്ടായില്ല. 6 മാസം എടുത്തിട്ടും വൈഭവത്തോടെ ആസൂത്രണം ചെയ്യാൻ കഴിയാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയും ബാങ്കുകാർക്ക് ഒന്നും പറയാൻ കഴിയാതിരിക്കുകയും എപ്പോഴും ബാങ്കിലേക്ക് പണമടയ്ക്കുക മാത്രം ചെയ്യാം, ഇങ്ങോട്ടെടുക്കാൻ കഴിയില്ല എന്ന നിലയ്ക്ക് ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് ആസൂത്രണ മികവിൽ വന്നിരിക്കുന്ന പാളിച്ച തന്നെയാണ്. ആ അർത്ഥത്തിൽ തികഞ്ഞ അങ്കലാപ്പിലാണ് ആളുകൾ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. നിർമ്മാണ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക മേഖലയായി തീർന്നിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായും പണവിഭവം എത്തിയില്ല എങ്കിൽ നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധി രൂപം കൊള്ളും. അതുകൊണ്ട് ഇത് ഒരാഴ്ചയോ 2 ആഴ്ചയോ നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധിയല്ല, മറിച്ച് ഗൗരവതരമായ ഒരാഴത്തിലുള്ള പരിക്ക് സമ്പദ്ഘടനയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറിത്തീരാൻ പോകുന്നു. അങ്ങോട്ട് പണം വാങ്ങും, ഇങ്ങോട്ട് തരില്ല എന്ന ബാങ്കിൻ്റെ ഈ അവസ്ഥ, ആ അവസ്ഥ തന്നെയാണ് ചിന്താപരമായി ചിന്താരൂപത്തിലൂടെ ഇത് നിർവഹിച്ചെടുക്കാൻ കഴിയാതെ പോയ ഒരവസ്ഥയുടെ ബാക്കി പത്രം. അതാണ് പത്രങ്ങൾ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. 500-ൻ്റെയും 1000-ൻ്റെയും കൊണ്ടും തീർന്നില്ല. എല്ലാ കറൻസികളും മാറ്റാൻ പോകുന്നു. 100-ൻ്റെ, 50-ൻ്റെ, 20-ൻ്റെ, 10-ൻ്റെ ഒക്കെ കറൻസികളും മാറ്റും. മാധ്യമം എന്ന പത്രം അത് 1-ാം പേജിൽ തരുന്നു. രൂപ മാറ്റം, രൂപയുടെ രൂപമാറ്റം അത് മാറുന്നു. എല്ലാ നോട്ടിൻ്റെയും മുഖം മാറും. 1000 രൂപ നോട്ട് വീണ്ടും ഇറക്കും. 100 മുതൽ താഴെയുള്ള കറൻസികൾക്ക് പുതിയ സീരീസ്. AS സുരേഷ് കുമാർ ദില്ലിയിൽ നിന്ന് ആ വാർത്ത മാധ്യമത്തിലൂടെ നമുക്ക് എത്തിച്ചു തരുന്നു. അതിങ്ങനെയാണ്: അസാധുവാക്കിയ നോട്ടുകൾ മാറ്റിയെടുക്കാൻ ജനം വട്ടം കറങ്ങുന്നതിനിടയിൽ എല്ലാ കറൻസികൾക്കും രൂപമാറ്റം വരുത്താൻ പോവുകയാണ് എന്ന് സർക്കാർ. കള്ളനോട്ട് തടയാനുള്ള സവിശേഷ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ഏതാനും മാസത്തിനകം 1000 രൂപ നോട്ട് വീണ്ടും ഇറക്കും. 100 മുതൽ താഴോട്ടുള്ള എല്ലാ നോട്ടുകളും പുതിയ സവിശേഷതകളോടെ പുറത്തിറക്കും. പ്രചാരത്തിലുള്ളവ പിൻവലിക്കില്ല. ATM-ലും പരിഷ്കരണം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 100 രൂപ നോട്ടും വെറുതെ വിടപ്പെടാൻ പോകുന്നില്ല. 100, 50, 20, 10 തുടങ്ങിയവയ്ക്കെല്ലാം പുതിയ സീരീസുകൾ വരും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2000 രൂപയുടെ നോട്ട് ഇന്നലെ കമ്പോളത്തിലെത്തി. ബാങ്ക് വഴി നമുക്കുമൊക്കെ അത് കാണാറായി. ഏതായാലും ആ 2000-ൻ്റെ രൂപ നോട്ട് പുറത്തേക്ക് വരുന്നു. കള്ളനോട്ട് അതിൻ്റെ മേലുണ്ടാകുമോ ഇല്ലയോ? കള്ളനോട്ട് എന്ന് പറഞ്ഞാൽ കൃത്രിമമായി അത്തരം നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പഴയ കാലത്തെന്ന മാതിരി അച്ചുവെച്ച് കളറിട്ട് ഒക്കെ അടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ആധുനിക പ്രിൻറ്റിംഗ് സംവിധാനത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അതിൻ്റെ പകർപ്പ് അടിക്കുന്നതിന് വളരെ ലളിതമായ രീതികളാണിപ്പോഴുള്ളത്. ലഭിച്ച സാധനം സ്കാൻ ചെയ്ത് അതേ മാതൃകയിൽ അടിക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടാവില്ല എന്നു മാത്രം. ഒറ്റ നോട്ടത്തിന് കണ്ടാൽ 2000 രൂപയെന്ന് തോന്നുന്ന രീതിയിൽ രൂപ നോട്ട് അടിച്ചിറക്കാൻ വലിയ സമയമൊന്നും ഇപ്പോൾ വേണ്ട. പഴയതുമാതിരി അച്ചുണ്ടാക്കി അച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന കാലമൊക്കെ പ്രിൻറ്റിങ്ങിൻ്റെ ചരിത്രത്തിലേ പോയി. അതുകൊണ്ട് ഇപ്പോഴിറങ്ങിയ 2000 രൂപയുടെ നോട്ട് കള്ളനോട്ടിൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ അടുത്ത ആഴ്ച കള്ളനോട്ടായി മാറി രംഗത്ത് വരാൻ ഇടയുണ്ട്. അങ്ങനെ വരുമ്പോൾ പറയുന്ന വാക്കുകൾ പാഴാകുന്നു എന്നല്ലാതെ ഇതുമായി ബന്ധിപ്പിച്ച് കള്ളനോട്ട് തടയാനോ കള്ളപ്പണം പിടിക്കാനോ ഒന്നും അത്ര എളുപ്പം കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഏതായാലും മുഴുവൻ കറൻസിയും രൂപമാറ്റത്തിന് വിധേയമാകാൻ പോകുന്നു എന്നാണ് മാധ്യമം നമ്മോട് പറയുന്നത്. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പൊടുന്നനെ മാർക്കറ്റിൽ നിന്ന്, രൂപ നോട്ടിൻ്റെ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് കള്ളപ്പണം പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സർക്കാർ. അതെത്ര ജയിക്കും, എത്രത്തോളം തോക്കും എന്നൊക്കെ വരും ദിവസങ്ങളിലാണ് കാണാൻ പോകുന്നത്. ഏതായാലും ഇന്നലെ
ഇതുമായി ബന്ധിപ്പിച്ച് പുതിയ ചില സമീപനങ്ങളിലേക്ക് സർക്കാർ നീങ്ങുകയുണ്ടായി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആദായ നികുതി വകുപ്പിൻ്റെ വിഭാഗങ്ങൾ ഇന്നലെ പൊടുന്നനെ റെയ്ഡ് നടത്തി കള്ളപ്പണം പിടിക്കാനുള്ള ശ്രമം നടത്തി. കള്ളപ്പണം ധാരാളമായി കൊണ്ടുവന്ന് ബാങ്കിൽ നിക്ഷേപിക്കുന്ന ആളുകൾ അങ്ങോട്ട് പണം വാങ്ങുമല്ലോ. അവരുടെ പണം 2.5 ലക്ഷത്തിൽ കവിഞ്ഞ നിക്ഷേപം വരുന്നവരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അവർ കള്ളപ്പണമുള്ളവരാണ് എന്ന നിലയ്ക്ക് വിലയിരുത്തി പിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. വലിയ ബുദ്ധിയുള്ള ഒരു ശ്രമമാണ് എന്ന് തോന്നും. പക്ഷേ അത്രത്തോളം പാപ്പരായൊരു വീക്ഷണമാണത്. അങ്ങനെയൊന്നുമല്ല കള്ളപ്പണം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം പ്രധാനമായും ഭൂമിയിലും അതുമാതിരി സ്വർണത്തിലും വിദേശ കറൻസിയിലും പിന്നെ വിദേശത്തുമാണിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമായി അത്യാവശ്യം കള്ളപ്പണം വെച്ച് കളിക്കുന്ന ആ പഴയ ശൈലിയൊക്കെ ലോകത്ത് നിന്ന് തന്നെ മാറിയിരിക്കുന്നു. സാർവദേശീയ നിലവാരത്തിൽ തന്നെ മാഫിയ ലിങ്കുകളിലൂടെ കള്ളപ്പണം മറ്റ് രാജ്യങ്ങളിലൂടെ കടത്തി വെളുപ്പിച്ച് ഇന്ത്യയിലേക്ക് മൗറീഷ്യസ് വഴി എത്തിക്കാവുന്ന വാതിലുകൾ തുറന്നു കിടക്കുന്നു. ആ അർത്ഥത്തിൽ ഈ പറയുന്നതൊക്കെ ജൽപ്പനങ്ങളായി അവസാനിക്കാനാണ് സാധ്യത. അതേ സംബന്ധിച്ച് ധാരണയുള്ളവർ അത് തുറന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എന്നാലും കള്ളപ്പണവേട്ട തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാതൃഭൂമി ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. കാണുക, വൻ നഗരങ്ങളിൽ പരക്കെ റെയ്ഡ്. ഉയർന്ന മൂല്യമുള്ള നോട്ടുകൾ അസാധുവാക്കിയതിന് തൊട്ടു പിന്നാലെ ദില്ലി, മുംബൈ തുടങ്ങിയ വൻ നഗരങ്ങളിൽ വ്യാപകമായി ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ്. രാജ്യത്തെ മറ്റു പല നഗരങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അനധികൃതമായി സൂക്ഷിച്ച പണവും രേഖകളും പിടിച്ചെടുത്തിട്ടുമുണ്ട്. സ്വർണ്ണക്കച്ചവടക്കാർ, നാണയവിനിമയക്കാർ, പണമിടപാട് സ്ഥാപനങ്ങൾ ഇവ മുഖേന കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്നാണ് പരിശോധനകൾ കർശനമാക്കിയത്. പഞ്ചാബിലെ ചണ്ഡീഗഡ്, ലൂധിയാന എന്നിവിടങ്ങളിലും തെക്കേ ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലും പരിശോധന നടന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. വ്യാഴാഴ്ച വൈകിട്ടാണ് പരിശോധന ആരംഭിച്ചത് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന കള്ളപ്പണം പിടിക്കാൻ പോകുന്നു എന്ന നിലയ്ക്ക് ഒരു ബോധം, അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കുക എന്നതിൽ കവിഞ്ഞ് ഗൗരവതരമായ കാര്യമൊന്നും അതിലുണ്ടാകാൻ ഇടയില്ല. ATMകൾ ഇന്ന് തുറന്നു. ഇനിയിപ്പോൾ ATMൽ പോയി പണമെടുക്കാം. ATMൽ പോയി പണമെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് 2000 രൂപയുടെ പുതിയ നോട്ട് കിട്ടത്തക്ക വണ്ണം ആ നോട്ട് 1000 രൂപ നോട്ടിൻ്റെ പഴയ 1000 രൂപ നോട്ടുണ്ടല്ലോ, ആ നോട്ടിനേക്കാൾ ചെറുതും വീതിയിലും നീളത്തിലും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ നോട്ടുകൾക്ക് ഇരിക്കാനുള്ള സോക്കറ്റ് നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന 8000-ഓളമുള്ള ATMകളിൽ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ 100ഉം 50ഉം 20ഉം 10ഉം നോട്ടുകളെ ഉണ്ടാവുകയുള്ളൂ. അതായത് 100ഉം 50ഉം നോട്ടുകളായിരിക്കും ഒരുപക്ഷെ ATMൽ ഉണ്ടാവുക. ഈ തുക വെച്ചുകൊണ്ട് എങ്ങനെയാണ് 100ൻ്റെ നോട്ടാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഒരു ATMൽ പരമാവധി ഒരു തവണ ഫില്ല് ചെയ്യാൻ കഴിയുന്നത് 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയ്ക്കായിരിക്കും. 1-2 ആൾക്കാർ വിഡ്രോ ചെയ്താൽ തീരാവുന്ന പണം മാത്രമാണ് അത്. അതുകൊണ്ട് ATM ഇന്ന് മുതൽ തുറക്കും എന്ന് പറയുമ്പോൾ ബാങ്കുകൾ ഇന്നലെ തുറന്നു, നെട്ടോട്ടം ആരംഭിച്ചു. ഇനി ATMകളിലെ നെട്ടോട്ടത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇനി നാളെ നമുക്ക് പത്രങ്ങളിൽ വായിക്കാം. ATMകൾ ഇന്നു മുതൽ തുറക്കുന്നു. വാർത്ത മലയാള മനോരമ 1-ാം പേജിൽ തരുന്നു. ദിവസം പരമാവധി 2000 രൂപ മാത്രം CDM വഴി അസാധു നോട്ടുകൾ നിക്ഷേപിക്കാം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ ATMകൾ ഇന്ന് പ്രവർത്തന സജ്ജമാകും. എന്നാൽ 100 രൂപ നോട്ടിൻ്റെ ദൗർലഭ്യം ഇടപാടുകാരെ വലയ്ക്കും. പണം നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റ് മെഷീനുകളും ഇന്നു മുതൽ പ്രവർത്തിക്കും. അസാധുവായ നോട്ടുകൾ ഇതിലൂടെ നിക്ഷേപിക്കാം. സംസ്ഥാനത്തെ 6000 ബാങ്ക് ശാഖകളിലേക്ക് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 3500 കോടി രൂപയുടെ അസാധു നോട്ടുകൾ വന്നു എന്നാണ് കണക്ക്. 3500 കോടി രൂപ നോട്ട് ഇന്നലെ സർക്കാരിന് അങ്ങോട്ട് ലഭിച്ചു, ഇങ്ങോട്ടൊന്നും കൊടുക്കണ്ട. അതാണ് അതിൻ്റെ ശൈലി. അങ്ങനെ വരുമ്പോൾ ATM തുറക്കുന്നത് കൊണ്ട് 100 രൂപയുടെ നോട്ട് കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ആളുകൾക്കുള്ളത്. അതുകൊണ്ട് ATMലൂടെ നെട്ടോട്ടമായിരിക്കും ഇന്ന് സംജാതമാവുക എന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് മലയാള മനോരമ 1-ാം പേജിൽ തരുന്ന
ലീഡ് വാർത്തയായി തരുന്ന വാർത്ത കാണുക. ഇളവ് തേടി കേരളം പഴയ നോട്ടുകൾ സഹകരണ ബാങ്കിലും മാറ്റാൻ അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രി. സഹകരണ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സഹകരണ ബാങ്കുകൾക്കും വലിയ പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് സഹകരണ ബാങ്കുകളെ കൂടി ഈ നോട്ട് മാറ്റത്തിൻ്റെ ജാലകമാക്കി മാറ്റണമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കത്തെഴുതിയിരിക്കുന്നു. ആ വാർത്ത മലയാള മനോരമ ഇന്ന് ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സഹകരണ മേഖലയിലെ ബാങ്കുകളെ കൂടി ഇതിൻ്റെ ട്രാൻസാക്ഷൻ്റെ കിയോസ്കുകളായി മാറ്റിത്തരണം, അത് അനുവദിക്കണം എന്ന നിലയ്ക്ക് കത്തെഴുതിയിരിക്കുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ട്രഷറികൾക്കും ഇളവ് തേടി അനുമതിയില്ലെങ്കിൽ സംസ്ഥാന സംവിധാനം തകരും എന്ന് മുഖ്യമന്ത്രി. 500-ൻ്റെയും 1000-ൻ്റെയും അസാധുവാക്കിയ നോട്ടുകൾ മാറ്റി നൽകാൻ ജില്ലാ സഹകരണ ബാങ്കുകളെ കൂടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് മന്ത്രി തോമസ് ഐസക്കും കത്തയച്ചു. ഇതിനാവശ്യമായ തുക ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കാൻ സഹകരണ സ്ഥാപനങ്ങളെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രത്യേക ഇളവുകളും സൗകര്യങ്ങളും നൽകി ട്രഷറിയിലൂടെ നടക്കേണ്ട എല്ലാ ഇടപാടുകളും തുടരാൻ അനുവദിച്ചില്ലെങ്കിൽ സംസ്ഥാന സംവിധാനം തകരും എന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഒന്നാം പേജ് വാർത്തയായി നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. ലീഡ് വാർത്തയായി മനോരമ തരുന്നത്. രജിസ്ട്രേഷൻ നടക്കുന്നില്ല രജിസ്ട്രാർ ഓഫീസുകളിൽ. അതിന് കാരണം പണമില്ലാത്ത അവസ്ഥ തന്നെയാണ്. എന്നാൽ ഇന്നലെ വലിയ നോട്ടില്ലാതെ തന്നെ ഒരു രജിസ്ട്രേഷൻ തിരുവനന്തപുരം ചാല രജിസ്ട്രാർ ഓഫീസിൽ നടന്നു. അതേ സംബന്ധിച്ച് കൗതുകകരമായ ആ രജിസ്ട്രേഷനെ സംബന്ധിച്ച ചില്ലറ ചാക്കുകളിലാക്കി കൊടുത്ത വലിയ ചാക്കുകളിൽ ചില്ലറ 10 രൂപ കോയിൻ കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയ കാര്യം വാർത്തയായി ഇന്ന് വന്നിരിക്കുന്നു. കൗതുകകരമാണ് ആ വാർത്ത. 65,000 ശിഷ്ടം രൂപയാണ് വലിയ ചാക്കുകളിലാക്കി രജിസ്ട്രാർ ഓഫീസിൽ എത്തിച്ചത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്നലെ തിരുവനന്തപുരം ചാല സബ് രജിസ്ട്രാർ ഓഫീസിൽ 3 ചാക്കുകളിലായി 69,320 രൂപ 10 രൂപ നാണയങ്ങളായി എത്തിച്ച വാർത്ത മലയാള മനോരമ ഒന്നാം പേജിലെ ആദ്യ വാർത്തയായി തരുന്നു. കാണുക. അസാധുവല്ല 3 ചാക്ക് നാണയങ്ങൾ. 69,320 രൂപ നാണയം കെട്ടിവെച്ച് വസ്തു രജിസ്ട്രേഷൻ. വസ്തു രജിസ്റ്റർ ചെയ്യാൻ കറൻസി നോട്ടില്ലാത്തതിനെ തുടർന്ന് രജിസ്ട്രേഷൻ ഫീസ് 69,320 രൂപ നാണയമായി കെട്ടിവെച്ചു. മണക്കാട് വില്ലേജിൽ രജിസ്ട്രേഷൻ നടത്തി. തിരുവനന്തപുരം ചാല സബ് രജിസ്ട്രാർ ഓഫീസിലാണ് 10 രൂപ നാണയം 3 ചാക്കിലാക്കി കുത്തി നിറച്ച് സജീന്ദ്രബാബു, ബിന്ദു എന്നിവർ രജിസ്ട്രേഷന് ഫീസ് ഒടുക്കിയത് എന്ന കൗതുക വാർത്തയും ഇന്ന് മലയാള മനോരമ അതിൻ്റെ ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തന്നിരിക്കുന്നു. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഫലം വന്നു. ഡൊണാൾഡ് ട്രംപ് അപ്രതീക്ഷിത വിജയത്തിലേക്ക് എത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലം അംഗീകരിക്കുമോ എന്ന് ഡൊണാൾഡ് ട്രംപിനോട് തെരഞ്ഞെടുപ്പിനിടയിൽ നടന്ന സംവാദങ്ങളിൽ ചോദിക്കുകയുണ്ടായി. നമുക്കറിയാം അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അത് അപ്പോൾ പറയാം, ഇപ്പോൾ പറയാനാവില്ല. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് അങ്ങൊരു സ്ഥാനാർത്ഥി പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ അപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. അത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. എങ്കിൽ ഇപ്പോൾ കാണുക ഒരു അത്ഭുതം. ജയിച്ച ഡൊണാൾഡ് ട്രംപിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അമേരിക്കയിലെ ചെറുപ്പക്കാർ പ്രകടനം നടത്തി പറയുന്നു. ആ പ്രകടനത്തിന് നേരെ പോലീസ് നിറയൊഴിച്ചു. 5 പേർക്ക് പരിക്ക്, ഒരാൾക്ക് ഗുരുതരമായ പരിക്ക്. ആ വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. അതിങ്ങനെയാണ്: അമേരിക്കയിൽ പ്രതിഷേധം അലയടിക്കുന്നു. ട്രംപ് ഞങ്ങളുടെ പ്രസിഡൻ്റല്ല എന്നാണ് പ്രകടനക്കാർ വിളിച്ചു പറഞ്ഞത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത വിജയത്തിന് ശേഷവും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ജനവികാരം അലയടിക്കുന്നു. വിവിധ വിശ്വാസധാരകളിലും ദേശീയതകളിലും പെട്ട കുട്ടികൾ മുതൽ വയോധികർ വരെ ട്രംപ് ഞങ്ങളുടെ പ്രസിഡൻ്റല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങി. ആദ്യമാണ് ഇത്തരം ഒരനുഭവം അമേരിക്ക കാണുന്നത്. സൗമ്യ കേസ് ജസ്റ്റിസ് കഡ്ജു ഇന്ന് ഹാജരാകും. അതേ സംബന്ധിച്ച വാർത്ത കേരള കൗമുദി ഒന്നാം പേജിൽ ചരിത്ര വാർത്തയായി തരുന്നു. സൗമ്യ കേസ് ജസ്റ്റിസ് കഡ്ജു ഇന്ന് ഹാജരാകും. സൗമ്യ വധക്കേസിൽ മുഖ്യപ്രതി ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ വിധിയിൽ പിഴവുണ്ട് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ട ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു ഇന്ന് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകും. ഇത്തരത്തിലൊരു പുനഃപരിശോധന ആദ്യം ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെ
വിളിച്ചു വരുത്തി വിവരം ശേഖരിക്കുന്നതും ആദ്യം. അങ്ങനെ ഈ കേസ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്നാണ് അത് സംഭവിക്കുന്നത്. രണ്ടാം മാറാട് കലാപം ഇനി CBI അന്വേഷിക്കും. കലാപത്തിൻ്റെ ഗൂഢാലോചന പാർട്ട് മാത്രമാണ് അന്വേഷിക്കുന്നത്. ദേശാഭിമാനി 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. രണ്ടാം മാറാട് കലാപം CBI അന്വേഷിക്കണം ഹൈക്കോടതി. രണ്ടാം മാറാട് കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 2004 സംഭവം. അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണത്തെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. നാം നോട്ടിന് വേണ്ടി ഇന്ത്യയിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത മെട്രോ വാർത്ത അതിൻ്റെ ഉൾപ്പേജിൽ തരുന്നു. കാണുക. മോദി ജപ്പാനിൽ ആണവക്കരാർ ഒപ്പിട്ടേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന ജപ്പാൻ സന്ദർശനം ആരംഭിച്ചു. ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സുപ്രധാന സിവിൽ ആണവ കരാർ ഉൾപ്പെടെ 12 കരാറുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒപ്പുവയ്ക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് അനുവദിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം ജനയുഗം എന്ന പത്രം ഇന്ന് 1-ാം പേജിൽ തരുന്നു. ജല്ലിക്കെട്ട് അനുവദനീയമല്ല. ഭരണഘടനയിൽ ഗോക്കളെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥയുള്ളപ്പോൾ കാളകളെ വിനോദത്തിനായി ഉപയോഗിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ജല്ലിക്കെട്ടിന് അനുമതി നൽകാനാവില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇടിവ് വന്നിരിക്കുന്ന കാര്യം തേജസ് എന്ന പത്രം 1-ാം പേജിൽ തരുന്നു. നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവൻ ഇന്നലെ കുറഞ്ഞത് 600 രൂപ ഒരു പവന്. ഒറ്റ ദിവസം കൊണ്ട് സ്വർണം പവന് 600 രൂപ വർദ്ധിച്ചുവെങ്കിലും 2-ാം ദിവസം വർദ്ധിച്ച തുക അതേപടി താഴ്ന്നു എന്നാണ് തേജസ് ഈ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ഇന്ത്യൻ രൂപ മാർക്കറ്റിൽ രൂപയുടെ കമ്പോളത്തിൽ 70% 500 രൂപയും 1000 രൂപയും നോട്ടുകളാണ്. അവ അസാധുവായാൽ സാമ്പത്തിക പ്രവർത്തനം നിശ്ചയമായും 70% നിലയ്ക്കും എന്നാണ് അർത്ഥം. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം സുപ്രസിദ്ധ ചാലക്കമ്പോളമാണ് നിങ്ങൾ കാണുന്നത്. നോട്ടുകൾ അസാധുവായപ്പോൾ ആളും ആരവവും ഒഴിഞ്ഞ കമ്പോള ദൃശ്യം മാതൃഭൂമി നഗരം പേജും തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.